കൈ എടുക്കുക ഓട്ടോമാറ്റിക് ഷട്ടാണ്. അതാണ് വളരെ എളുപ്പം ചൂടാക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ഇവിടുന്ന് വെയിറ്റ് അറിഞ്ഞിരിക്കണം. പിന്നെ അതല്ല, അത് ഓട്ടോ കുക്കിങ്ങിന് വേണ്ടി മാത്രമാണ് ഈ സ്പെഷ്യൽസ് വരാം. 1 2 3 4 5 6 7 ഐറ്റംസ് ആണ് ഓട്ടോ കുക്കിങ്ങിന് വരുന്ന ഐറ്റംസ്. വേവിക്കണമെങ്കിൽ ഇതെല്ലാം ഈ കുക്ക് സ്റ്റാർട്ട് കൊടുത്താൽ മതി. ഇല്ല, കുക്ക് സ്റ്റാർട്ട് നമ്മൾ നോർമലി ചൂടാക്കുന്നത് നമ്മളൊരു ടൈം അറിഞ്ഞിരുന്നാൽ മതി. കമ്പ്യൂട്ടർ 1-1.5 മിനിറ്റ് കൊണ്ട് അത്യാവശ്യം സാധനങ്ങൾ ചൂടാക്കി കിട്ടും നമുക്ക് കഴിക്കാനുള്ളത്. സാധനങ്ങൾ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കുക്ക് സ്റ്റാർട്ട് പറ്റില്ലല്ലോ. എല്ലാം ഈ കുക്ക് സ്റ്റാർട്ട് കൊടുത്താലും മൈക്രോ ഫംഗ്ഷൻ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ പറഞ്ഞ ഈ സാധനങ്ങളുണ്ടല്ലോ, ഈ ബ്രേക്ക്ഫാസ്റ്റ് സംഭവം സ്പെഷ്യൽസ് വരെ അത് ഓട്ടോ കുക്കിങ്ങിന് വരുന്ന ഐറ്റംസ്. അത് മാത്രം അതിന്റെ അത് ആ വെയിറ്റ് അനുസരിച്ചിട്ട് ഇത് തന്നെ കുക്ക് ചെയ്ത് തരും, റെഡിയാക്കി തരും. അതാണ്. അതായത് ഇപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന വെച്ചോ, അപ്പോൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ഇത് 6 അപ്പം ചൈനീസ് എത്ര 25 M20 ചിക്കൻ ഫ്രൈഡ് റൈസ് 28. ഇത് എടുക്കണം 28ലേക്ക് വരണം. എന്നിട്ട് അതെങ്ങനെ എടുത്ത് ഇപ്പം ഇതിൽ പിടിച്ചേക്കുക മെയിൻ റൈസ് നൂഡിൽസ് പിടിച്ചേക്കുക. റൈസ് നൂഡിൽസ് നമുക്ക് ഇട്ട് നിൽക്കുമ്പോൾ RN101 പറഞ്ഞ RN01 നമ്മൾ അത് നിൽക്കുമ്പോൾ തന്നെ ഇത് കാണിക്കും. അത് കാണിക്കും. എന്നിട്ടാണ് നമ്മളെ സെലക്ട് ചെയ്യുക. അങ്ങനെ അതായത് 28 28ന്റെ അവിടം വരെ നമ്മളത് കൊണ്ടുവരിക. 7 അപ്പൊ 28 വരെ കൊണ്ടുപോകാം. എന്നിട്ട് വെയിറ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പൊ 485 ഗ്രാം അതിന്റെ ചെരുവുകളെല്ലാം കൂടി റൈസ് എല്ലാം കൂടി 485 ഗ്രാം ആകാൻ പാടില്ല. അതാണ് ഓട്ടോ കുക്കിംഗ്. എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് കൊടുക്കും. കുക്കിങ്ങിന്റെ പ്രശ്നം ഉണ്ടാവുന്നല്ലോ. പ്രശ്നം ഉണ്ടാവും. അത്രേ ഉള്ളൂ. പോയ പ്രശ്നം ഉണ്ടാവും. കറക്റ്റായിട്ട് നമുക്ക് കുക്ക് കിട്ടണമെങ്കിൽ അത് വേണം. 8 മിനിറ്റ് വേണം. അത്രേ ഉള്ളൂ. അപ്പൊ അത്രേ ഉള്ളൂ. ഈ സാധനങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് വെയിറ്റ് അനുസരിച്ചിട്ട് സ്റ്റാർട്ട് കൊടുത്താൽ സാധനം കുക്ക് ചെയ്ത്. അതാണ് ഈ ഓട്ടോ കുക്കിന്റെ ചൂടാക്കാൻ സ്പെഷ്യൽസ് വരെ. ചൂടാക്കാൻ കുക്ക് സ്റ്റാർട്ട് അല്ലെങ്കിൽ ഇവിടുന്ന് ടൈം കൊടുത്തിട്ട് സ്റ്റാർട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കുക്ക് സ്റ്റാർട്ട് കൊടുക്കുക. പിന്നെ ഗ്രില്ല് നോർമൽ ഗ്രില്ല് പ്രസ് ചെയ്യുക. പിന്നെ ടൈമിലേക്ക് പോകുന്ന ടൈം കൊടുക്കുക, സ്റ്റാർട്ട് കൊടുക്കുക. മൈക്രോ പ്രസ് ഗ്രില്ലും അങ്ങനെ തന്നെ പ്രസ് ചെയ്യുക, പിന്നെ ടൈം കൊടുക്കുക, സ്റ്റാർട്ട് കൊടുക്കുക. അതായത് ഇപ്പം ഇതിപ്പോ നമ്മൾ സമയം കാണിക്കും.